രാവിലെ ഒരു മസാല ദോശ കഴിച്ചാലോ? വായോ. അപ്പോൾ ഇന്നലെ നമ്മൾ മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നല്ലപോലെ കലക്കിയിട്ട് കുറച്ച് അതിന് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നത്തേക്ക് യൂസ് ചെയ്യാനാണ്. നമ്മൾ എന്നിട്ട് കുക്കറിനകത്തോട്ട് ഉരുളൻകിഴങ്ങ് ചതുരത്തിൽ കണ്ടിച്ചിട്ടിട്ട് ഇച്ചിരി വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ആവി കയറ്റുകയാണ്. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ കണ്ടിച്ചിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് തക്കാളി ചമ്മന്തിയാണ് ഒപ്പം ഉണ്ടാക്കുന്നത്. അത് തക്കാളിയെല്ലാം തൊലി കളഞ്ഞ് ഇതുകൂട്ട് കനം കുറച്ച് നീളത്തിലരിയുക. അത് കഴിഞ്ഞിട്ട് സവാളയും വെളുത്തുള്ളിയും ഉണ്ടായിരുന്നു കേട്ടോ. സവാള ഇതുകൂട്ട് ചതുരത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. പാൻ അടപ്പയിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. പച്ചമണം മാറുന്നിടം വരെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് കനം കുറച്ചരിയുക. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തൊരു നമ്മൾ ശകലം മുളക് പൊടി, എൻ്റെ കയ്യിൽ നമ്മുടെ വറ്റൽമുളകില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ടിടുന്നത്. ഇട്ടിട്ട് നല്ലപോലെ എൻ്റെ പച്ചമുളക് മാറുന്ന മഴ വഴറ്റിയെടുക്കുക. ഇപ്പുറത്തപ്പോഴത്തേക്ക് കുക്കറിലിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങുണ്ടല്ലോ, അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം വേറൊരു പാത്രത്തിനകത്തോട്ടാക്കി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ അരപ്പ് എന്ന് വെച്ചാൽ തക്കാളി ചമ്മന്തിക്കുള്ള അരപ്പ് നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പാനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കരിയാപ്പില ഇട്ട് ശകലം ഉഴുന്നും കൂടി ഇടുക. ഇത് നമ്മൾ മസാലയ്ക്കാട്ടോ, മസാല ദോശയുടെ മസാല ഉണ്ടാക്കാനാണ്. ഉഴുന്നും കൂട്ടിയിട്ട് നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് തക്കാളി, ഇഞ്ചി, പച്ചമുളക് നമ്മളിത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറാൻ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവരുത് കേട്ടോ. നല്ലപോലെ പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അതിനകത്തോട്ട് നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടിയായിട്ട് ഇടുന്നത്. പിന്നെ എനിക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഇറച്ചി മസാല ഇടും കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണ്ടവരിട്ടാൽ മതി. ഇറച്ചി മസാല ഇടും. ഇറച്ചി മസാല ഇട്ട് നല്ലപോലെ പച്ചമണം മാറുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഉടച്ച് അതിനകത്തോട്ട് ചേർക്കുക. നല്ലപോലെ എല്ലായിടും അതിൻ്റെ മസാല പിടിക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ദോശക്കല്ല് അടപ്പയിലോട്ട് വെച്ചിട്ട് ദോശേൻ്റെ ചെറിയ ദോശക്കല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ചെറിയ ദോശയെ വരത്തുള്ളൂ. ദോശക്കല്ല് അടപ്പയിലോട്ട് വെച്ച് കനം കുറച്ച് ദോശ പരത്തുകയാണ്. പിന്നെ നമ്മൾ നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമെങ്കിൽ ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ദോശയെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് മസാല വെച്ചിട്ട് ഒന്ന് സൈഡെല്ലാം ഇളക്കിയിട്ട് നമ്മൾ മടക്കും കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ദോശക്കല്ലൊന്ന് പണി വന്ന്, പക്ഷെ കുഴപ്പമില്ലാണ്ടെല്ലാം ഇളകി വന്നു കേട്ടോ. അതെല്ലാം നമ്മൾ മടക്കി നോക്കി നല്ല ക്രിസ്പിനെസ് അല്ലേ ദോശയ്ക്ക്. മടക്കി നമ്മൾ ചട്ടുകത്തിനകത്തുനിന്ന് എടുത്ത് നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ തേങ്ങാ ചമ്മന്തിയും ആ തക്കാളി ചമ്മന്തിയും കൂടെ സൈഡിലോട്ട് വെച്ചിട്ട് കഴിക്കണം. എൻ്റെ പൊന്നു സാറേ, ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ.